2024 റിലീസ് ചെയ്ത കന്നഡ മൂവിയാണ് മാക്സ്. കിച്ച സുദീപിയാണ് സിനിമയുടെ ആ ഒരു ടൈറ്റിൽ ക്യാരക്ടറിൽ വന്നിട്ടുള്ളത്. ആൻഡ് ഡിബറ്റൻ ഡയറക്ടർ ആയിട്ടുള്ള വിജയ് കാർത്തികയാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ഈ സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൈദി തന്നെയല്ലേ ഈ സിനിമ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിയിൽ തന്നെ ചില വ്യത്യാസങ്ങൾ വരുത്തി അവതരിപ്പിച്ചു എന്നുള്ളത് അല്ലേ എന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. അങ്ങനെ തോന്നിയാൽ തന്നെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം പലയിടങ്ങളിലും ഈവൻ ആ സിനിമയിലത്തെ കളർ ടോൺ ആയാലും അല്ലെങ്കിൽ ആ സിനിമയുടെ ചില ഭാഗങ്ങളിലെ സ്റ്റോറി ടെല്ലിംഗ് ആയാലും ഒക്കെ ശരിക്കും കൈദീനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങൾ സിമിലർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല പോലെ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആയിട്ട് തന്നെയാണ് ഈ പടം തോന്നിയത്. കിച്ച സുദീപിയാണ് ഈ സിനിമയുടെ ആ ഒരു ടൈറ്റിൽ ക്യാരക്ടറിൽ വരുന്നത്, മാക്സ് എന്ന പേരിൽ. എന്നാൽ ആ ഒരു ക്യാരക്ടറിനെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്ക്രീൻ പ്രസൻസ് ആൻഡ് സ്വാഗ് ഒക്കെ പെർഫോം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കാരണം പല സീനുകളിലും ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ നല്ല പോലെ തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് ഈ സിനിമ നമ്മൾ ഇങ്ങനെ കണ്ട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് തോന്നുന്ന ഒരു നല്ലൊരു ത്രില്ലിങ്ങും, അല്ലെങ്കിൽ നെക്സ്റ്റ് മൊമെന്റിൽ ഇനി എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഇനി ഇവിടെ ഇങ്ങനെ സ്റ്റക്കായി നെക്സ്റ്റ് മൊമെന്റിൽ ഇനി എന്താണ് ഇവർ ചെയ്യുക എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിയിലൊക്കെ ആ ഒരു ഹൈ മൊമെന്റ്സ് കൊണ്ടുവരാനായിട്ട് ഈ സിനിമയുടെ ഡയറക്ടറായിട്ട് വിനയ് കാർത്തികേയക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ആ അജനീഷ് ലോകനാഥിന്റെ പല സ്ഥലങ്ങളിലത്തെയും ആ ഒരു മ്യൂസിക് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓക്കെ ഓക്കെ സ്കിപ്പ് ചെയ്യാതെയോ അല്ലെങ്കിൽ ഓക്കെ ഇനി എന്തുണ്ടാവും എന്നുള്ള ഒരു ആകാംക്ഷ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്തു. ആൻഡ് നമ്മൾ ഈ പറഞ്ഞ പോലെ കൈദിയുടെ തന്നെ പല സ്ഥലങ്ങളിലും കറക്റ്റ് ഇത് ഡിറ്റോ കൈദി തന്നെയാണല്ലോ എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കൈദി 2.0 കന്നഡ വേർഷൻ പോലെയാണല്ലോ എന്ന് തോന്നിക്കുന്ന ഒരുപാട് സീനുകൾ ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല പോലെ തന്നെ നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു മാസ് ആക്ഷൻ മൂവി തന്നെയാണ്. ഈ സിനിമയിൽ ആകെ കൂടി തോന്നിയൊരു ഓവറായി തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ചില ആക്ഷൻ സീക്വൻസ് ഉണ്ടായിരുന്നു, അത് പക്ക കന്നഡപ്പടായി പോയില്ലോ എന്ന് തോന്നിക്കുന്ന ചില ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അതുകൂടി ഒന്ന് അടിപൊളിയാക്കിയിരുന്നെങ്കിൽ, ആക്ഷൻ സീക്വൻസ് കൂടി ഒന്ന് സെറ്റ് ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു അടിപൊളി പടമായേനെ. ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്ന പല സംഭവങ്ങളും അല്ലെങ്കിൽ അതിനെല്ലാം കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന കുറെ ലിങ്കുകൾ ഉണ്ട്. ആ ലിങ്കുകളെല്ലാം നല്ല പോലെ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ആൻഡ് തീർച്ചയായിട്ടും കണ്ടുനോക്കാം. ഡിജിറ്റലി റിലീസ് ആയിട്ടുണ്ട്. ആൻഡ് ഈ പടം ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ചില സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ചില ക്യാരക്ടേഴ്സിന്റെ ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടറിന്റെ പർപ്പസ് അവിടെ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിന്റെ ഈ ഒരു കാര്യം എന്താണ്, ഇവിടെയുള്ള ഒരു ഇൻവോൾവ്മെന്റ് എന്താണ് എന്നുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൊരു ഡൗട്ട് തോന്നുമെങ്കിലും പടം അവസാനിക്കുമ്പോൾ തന്നെ അതിന് വേണ്ട നല്ല പോലത്തെ അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ സിനിമയുടെ ഹോൾ ക്രൂവിന് സാധിച്ചിട്ടുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. പടം കണ്ടവരെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുക.